ഭൂമിയിൽ ഇവിടെ ജീവിക്കുമ്പോൾ നമ്മളെ ഭയപ്പെടുത്തുന്നതും നമ്മളെ പുറകോട്ട് വലിക്കുന്നതുമായ ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? പ്രത്യേകിച്ച് നമ്മളെയൊക്കെ ഒരുപാട് മാനസികമായി തകർക്കുന്ന ഭയങ്ങൾ. അംഗീകാരം കിട്ടാത്തതിനെ നമ്മൾ ഭയക്കുന്നുണ്ട്. നല്ല വാക്ക് കേൾക്കാൻ പറ്റാത്തൊരു അനുഭവത്തെ നമ്മൾ ഭയക്കുന്നുണ്ട്. നമ്മളൊരു കാര്യം ചെയ്തു, ആരും അതിനെക്കുറിച്ച് നല്ലത് പറയുന്നില്ലെന്ന് വിചാരിച്ചേ, നമുക്ക് മെല്ലെ ഭയം തുടങ്ങും. ചേട്ടാ, ഇതെന്നാ പറ്റി, ഞാൻ ചെയ്തത് ശരിയായില്ലേ, ആരും കണ്ടില്ലേ, ഇനി ഇത് ചെയ്യണോ അതോ നിർത്തണോ? അതിപ്പോ ഒരു നല്ല സാരി ഉടുത്ത് വന്നാൽ പോലും തോന്നത്തില്ലേ അമ്മമാരെ? പള്ളിയിൽ അടുത്തിരിക്കുന്ന ആളെങ്കിലും സമാധാനം കൊടുക്കാൻ നേരത്തെ പറയും, നല്ല സാരിയാ കേട്ടോ, സമാധാനം പിടിച്ചു. നമ്മൾ ആ നേരത്താണല്ലോ ഇതൊക്കെ പറയുന്നത്. അപ്പൊ നല്ലത് പറയുമെന്ന് വിചാരിക്കും, പക്ഷെ ഒന്നും പറഞ്ഞില്ല. ആരും കണ്ടവർക്കൊക്കെ മനസ്സിലായി പുതിയ സാരി, പക്ഷെ ആരും ഒന്നും പറഞ്ഞില്ല. തിരിച്ച് വീട്ടിൽ വരുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത വരും. ഒരു അസ്വസ്ഥത, എന്താ ഇത് കൊള്ളത്തില്ലേ? ഇനിയിപ്പോ രസം എന്നാന്ന് വെച്ചാൽ, ഈ അടുത്തിരിക്കുന്നവർക്ക് അറിയാം ഇത് പുതിയ സാരിയാന്ന്. അതാണ് അടുത്ത കോമഡി. അടുത്തിരിക്കുന്നവർക്ക് പുതിയ സാരിയാന്ന് അറിയാം, ഇത് നല്ല സാരിയാന്നും അറിയാം. അങ്ങനെ ഇപ്പൊ എന്റെ ചെലവിൽ സന്തോഷിക്കേണ്ട എന്ന് നമ്മളങ്ങ് തീരുമാനിക്കും. നല്ലത് പറഞ്ഞിട്ട് നീ ഇപ്പൊ അങ്ങനെ എന്റെ ചെലവിൽ സന്തോഷിക്കേണ്ട. അപ്പൊ കിട്ടുകയല്ല നല്ലത്. അപ്പൊ നല്ലത് കിട്ടാതെ വരുമ്പോ അംഗീകാരം കിട്ടും. അതിപ്പോ വീട്ടിൽ ചില അമ്മമാരുടെ ഒക്കെ സംഘടന അറിയാമോ? ഞാൻ ഈ കടന്ന് മെഴുകുതിരി ഉരുകുന്ന പോലെ ഉരുകിയിട്ടും എന്താ എന്റെ കെട്ടിയോൻ, എന്റെ പിള്ളേര് ഒരു നല്ല വാക്ക് എന്നോട് പറയാത്തത്. കടലക്കറിക്ക് എങ്ങാനും ഉപ്പ് കുറയട്ടെ അന്നറിയാം. അന്ന് കുറ്റം പറയാൻ തിടുക്കമുള്ളവർ എന്താണ് ഒരു നല്ല കടലക്കറി ഉണ്ടാക്കി കൊടുത്തിട്ട് നല്ലത് പറയാത്തത്? അപ്പൊ നല്ലത് കേൾക്കാൻ പറ്റാത്തൊരു അനുഭവത്തെ നമ്മൾ ഭയപ്പെടും. ആ ഭയം നമ്മളെ എന്താക്കി കളയും? നമ്മളെ ഇനി നല്ലത് ചെയ്യിപ്പിക്കുന്നതിൽ നിന്ന് മടുപ്പിക്കും. ഇന്ന് ഒത്തിരി പേരെ പുറകോട്ട് വലിക്കുന്നത് നല്ലത് ചെയ്യാൻ കഴിവും പ്രാപ്തിയുമുള്ള, നന്മ ചെയ്യാൻ നിയോഗം കിട്ടിയിട്ടുള്ള ഒത്തിരി പേര് നല്ലത് ചെയ്യാത്തതിന്റെ കാരണം നല്ലത് കേൾക്കുന്നില്ല. നല്ലത് കേൾക്കാതെ വന്നപ്പോ നമ്മൾ ആ നന്മയങ്ങ് നിർത്തിക്കളഞ്ഞു. മറിയത്തെ നോക്ക്. മറിയത്തോട് ആരാ നല്ലത് പറഞ്ഞിട്ടുള്ളത്? ആരാണ് മറിയത്തെ വാഴ്ത്തിയിട്ടുള്ളത്? മറിയമേ നീ സൂപ്പർ എന്നാര് പറഞ്ഞു? ആരും പറഞ്ഞിട്ടില്ല. ആകപ്പാടെ എലിസബത്ത് എന്റെ കർത്താവിന്റെ അമ്മ, എന്റെ അടുത്ത് വരാൻ എന്ത് യോഗ്യത എന്നൊക്കെ പറഞ്ഞതല്ലാതെ പിന്നീട് അവളുടെ ജീവിത നാൾ വഴിയിൽ ആരും അവൾക്ക് വാഴ്ത്തുപാട്ട് നൽകിയിട്ടില്ല. അപ്പൊ നിങ്ങൾ ഓർക്കണം, ഭൂമിയിൽ നല്ലത് കേൾക്കാൻ ആഗ്രഹിച്ചാൽ സ്വർഗത്തിൽ കൊണ്ടുപോകാനൊന്നും കാണുകയില്ല. അതുകൊണ്ട് ഭൂമിയിൽ നല്ലത് കേട്ടില്ലെങ്കിലും മറിയത്തെ പോലെ സ്വർഗം എന്നെ ഏറ്റുപറഞ്ഞാൽ മതി എന്നുള്ള ദൃഢനിശ്ചയത്തോടെ നന്മ ജീവിക്കാൻ, നല്ലതായിട്ടിരിക്കാൻ മറിയം നമുക്ക് മാതൃക തരുന്നുണ്ട്. പ്രിയമുള്ളവരെ, മഹിമയുടെ 5ാം രഹസ്യം ഇടയ്ക്കിടയ്ക്ക് ധ്യാനിക്കണം. സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെട്ട ഉടനെ അവളെ ത്രിലോകരാജ്ഞിയായി വാഴിച്ചു. സ്വർഗം കാത്തിരിക്കുകയായിരുന്നു. ഭൂമിയിൽ പറയാത്ത നന്മ, ഭൂമിയിൽ നൽകാത്ത കിരീടം, ഭൂമിയിൽ നൽകാത്ത മേലങ്കിയുമായി സ്വർഗം കാത്തിരിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ നന്മയ്ക്ക് ഭൂമി നല്ലത് പറയുന്നില്ലെങ്കിൽ നിങ്ങൾ ഓർക്കണേ, നിങ്ങൾ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മടുപ്പില്ല നന്മ ചെയ്യാൻ മറിയം നമ്മെ നിർബന്ധിക്കുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ ഭയം, നല്ലത് കേൾക്കുന്നില്ലോ എന്നുള്ള ഭയം.